നമസ്കാരം. ജീവൻ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ പ്രവാസ ജീവിതത്തിൽ നാടിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും പ്രവാസി നാടിനെ മിസ് ചെയ്യുന്ന ഞാൻ എപ്പോഴും പറയും, ഒരു ലീവ് കിട്ടിയ നാട്ടിൽ പോകണമെന്ന് പറയും, പെണ്ണുമുളകളെ വഴക്കുണ്ടാക്കും, ശ്രീമതി വഴക്കുണ്ടാക്കും. പെണ്ണുമുളെന്നാണ് ശരിയല്ലല്ലേ? യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ തന്നെയാണ് താങ്കളും. യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഭാവി അവരുടെ ഇരിക്കല്ലേ. ഇവിടെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഇവിടുത്തെ റൂളർ ഒന്നാമത്തെ കാര്യം ഷെയ്ഖ് മുഹമ്മദ്, അത് ഭയങ്കര സപ്പോർട്ട്. അങ്ങനെ ആ ടീം എന്ന് പറഞ്ഞാൽ സൂപ്പർ ടീമാണ്. അവർ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഒട്ടനവധി പ്രവാസ ജീവിതങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ പ്രവാസ ജീവിതത്തിൽ വന്ന് അവർ ജീവിതത്തിൽ മുന്നേറി ഒരു സക്സസ്ഫുൾ ജീവിതം നയിച്ചു വരുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും അത്തരത്തിലൊരു അതിഥിയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ അതിഥി GAK ലൈൻ ഷിപ്പിംഗ് LLC എന്ന കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണറായ ജോർജ് തോമസ് സർ ആണ്. ഒരു ചങ്ങനാശ്ശേരിക്കാരനാണ്. ചങ്ങനാശ്ശേരിയുടെ സ്വന്തം ജോർജ് സാറ് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. കോട്ടയം ചങ്ങനാശ്ശേരിയാണ് സ്വദേശം. അതെ, ചങ്ങനാശ്ശേരി ടൗണിൽ എടുക്കുക. അവനെ അവിടെ ജനിച്ചു വളർന്ന അവിടെ തന്നെയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് വീടെന്ന് പറയുന്നത്. ഞങ്ങള് കുടുംബത്തില് എൻ്റെ ഫാദറ്, മദറ്, പിന്നെ ഞങ്ങൾ 6 പിള്ളേർ. മൂത്ത 3 പെൺപിള്ളേരും പിന്നെ ബാക്കി 3 ആൺപിള്ളേരും. മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ട്, ദുബായി തന്നെ ഉണ്ട്. ഇളയ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. പുള്ളി നാട്ടിൽ പോയി സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണ് ഇപ്പോഴും. ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്, ഈ ദുബായിലുണ്ട്. പുള്ളി ഷാർജയിൽ താമസിക്കുന്നു. പിന്നെ സഹോദരിമാർ 2 പേര്. ഒരാൾ MA ഹിന്ദി കഴിഞ്ഞിട്ട് ടീച്ചറായിട്ട് എറണാകുളത്തുണ്ട്. ഒരാൾ പിന്നെ ടെലിഫോൺസിലെ എഞ്ചിനീയറായിരുന്നു. പുള്ളിക്കാരത്തെ കഴിഞ്ഞ് അവിടെ വയറ്റിലേ താമസിക്കുന്നു. ഇളയ സിസ്റ്റർ മരിച്ചുപോയി, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മരിച്ചുപോയി. പുള്ളിക്കാരത്തി ചങ്ങനാശ്ശേരിയിലായിരുന്നു. പുള്ളിയുടെ ഹസ്ബൻഡും മരിച്ചുപോയി. ഹസ്ബൻഡ് മസ്കറ്റിലായിരുന്നു, അവർ മരിച്ചുപോയി. പിന്നെ ഇപ്പോൾ ഉള്ളത് ഞാനും എൻ്റെ ഭാര്യയും 3 പിള്ളേരും ഉണ്ട്. അതിലിപ്പോൾ 2 പെൺപിള്ളേരുണ്ട്. അതിൽ പെൺപിള്ളേരുടെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പം മോൻ്റെ കല്യാണം ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നു. ഭാര്യ ഉണ്ട് ഇവിടെ, മോനും ഉണ്ട് ഇവിടെ, മോളും ഉണ്ട് ഇവിടെ. 1984 ഒക്ടോബർ 31 ഇവിടെ വന്നു. ഇപ്പൊ ഇവിടെ സെറ്റിൽഡ് ആണ്. ഒക്ടോബർ 31, ഒക്ടോബർ 16 വന്നു. 31 ഇന്ദിരാഗാന്ധി മരിക്കുന്നത്, ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊല്ലുന്നത്. അത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് പോവുക, അവിടെ തന്നെ ജോലി ചെയ്യുക. ജ്യേഷ്ഠന്റെ കൂടെയായിരുന്നു വന്നത്. ജ്യേഷ്ഠനാ കൊണ്ടുവന്ന് തന്നെയാണ്. എന്നെ ജ്യേഷ്ഠൻ അവിടെ കൊണ്ടുവന്നത്. പുള്ളി പേര് ജോസഫ് തോമസ്, ടോണി എന്നാണ് പുള്ളി വിളിക്കുന്നത്. പുള്ളി ഷാർജയിൽ താമസിക്കുന്നു. പുള്ളി എന്നോട് കൊണ്ടുവന്നത്. അന്ന് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഇവിടെ ഒന്നും അറിയത്തൊന്നുമില്ല. മീശ പോലും പ്രായത്തിൽ കൊണ്ടുവന്ന ഇവിടെ. ഇപ്പോഴും മീശയൊന്നും ഇല്ല. പിന്നെ അന്നും കോളേജൊക്കെ നാളത്തിലൊക്കെ ഒഴിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ശരിക്കും അന്നത്തെ കാലത്ത് ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം അത് തന്നെയായിരുന്നു. അപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ കോളേജിലെ ഡ്രാമ, നാടകം, മിമിക്രി, ഓണാക്ട് ഇതെല്ലാം ഇട്ടിങ്ങനെ നടക്കുകയായിരുന്നു. ആ ഒരു കാലഘട്ടം അങ്ങനെ അങ്ങ് പോയി. പഠിച്ച SP കോളേജിൽ തന്നെ പഠിച്ച SP ഹൈസ്കൂള്, കോളേജ് അങ്ങനെ അന്ന് കണ്ടിന്യൂസ് അവിടെ തന്നെ പഠിച്ചിട്ട് പോയിരുന്നു. PG അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. PG പിന്നെ ഒന്ന് എറണാകുളത്തൊന്ന് തന്നെ ജോലി കിട്ടി. അവിടെ എറണാകുളത്ത് ജോലി ചെയ്തു. പിന്നെ PG MA എക്കണോമിക്സ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പ്രവാസത്തിലേക്ക് വരികയാണ്. പിന്നെ ഇങ്ങോട്ട് വർക്കൗട്ട്. പിന്നെ നേരെ ഇവിടെ വന്നു കഴിഞ്ഞ് ജോലി ചെയ്ത് ഞാൻ ജോലി ചെയ്യുന്ന APL ജോലിക്ക് കയറിയത്. APL ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒക്ടോബർ ഞാൻ ജോലി കയറുമ്പോഴത്തേക്ക് 1 വർഷം കഴിഞ്ഞ് ജോലിക്ക് കയറിയത്. പിന്നെ വെറുതെ പുള്ളിയുടെ കൂടെ ഇരുന്ന് ടൈപ്പിംഗ് ഒക്കെ ഇരുന്ന് പഠിച്ചു. വെറുതെ രാവിലെ എഴുതി കുത്തിരിക്കുക. ടൈപ്പ് റൈറ്ററുണ്ട് ഉള്ളിൽ, അതുമായിട്ട് ടൈപ്പ് ചെയ്യുക. പുള്ളിയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത പുള്ളി, സഹോദരനെ. നേരെ മൂത്തയാളാ. അത്ര പുള്ളി ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തന്നെ. സ്വന്തം അനിയൻ കൂടെ നിർത്തി പുള്ളി അങ്ങനെ ചെയ്തായിരുന്നു തന്നെ.
ഭയങ്കര സ്നേഹം, ഒരു അച്ഛനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം. പുള്ളി ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുള്ളി ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്താണ് ഈ പ്രവാസ ജീവിതത്തിൽ ആ ഒരു യാത്ര അത് അവസാനിപ്പിച്ചിട്ട്? തുടക്കം അവിടെ നിന്നാണ്. പുള്ളി തന്നെയാണ് അത് കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന പുള്ളിയാണ്. ഇവിടുത്തെ പിന്നെ ഞാൻ ജോലിക്ക് തുടങ്ങുന്ന APL, അപ്പം FN ഹുദാൻ നാഷണൽ ഷിപ്പിങ്ങിനാണ് ജോലിക്ക് കയറുന്നത്. അവിടെ ടെലസ്കോപ്പറായിട്ട് കയറുകയാണ്. പിന്നെ APL ജോലി കയറി. APL തൊട്ട് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ബാർവിൽ എന്ന് പറഞ്ഞാൽ ബാർവിൽ ഇന്ന് വില്യംസ് എന്ന് പറഞ്ഞൊരു ഷിപ്പിംഗ് കമ്പനിയുണ്ട്. അവിടെ ഷിപ്പിംഗ് ഏജൻറ്റായിട്ട് ജോലി കയറി. അവിടുന്ന് പിന്നെ ആ തുടക്കം ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ വരികയാണ്. അത് തുടങ്ങിയ വർഷങ്ങളായിട്ട് പിന്നെ അവിടുന്ന് ഞാൻ ഓപ്പറേഷൻ മാനേജറായിട്ട് ദുബായിക്ക് വന്നു. ദുബായിൽ നിന്ന് പിന്നെ ഞാൻ 92 ദുബായിക്ക് വന്നു. 94 ഞാൻ അവിടുത്തെ ടാങ്കർ മാനേജറായി. അപ്പോൾ ടാങ്കർ പെട്ടെന്ന് പഠിച്ചു ഞാൻ. അന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ഫീൽഡായിരുന്നു ടാങ്കർ, ഈ ഷിപ്പിംഗ് ടാങ്കേഴ്സ് പഠിക്കുന്നത്. വേറൊരു ഫീൽഡിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ആ ടാങ്കേഴ്സ് പഠിച്ചെടുത്തു. അവിടുന്ന് പിന്നെ നേരെ അടുത്ത വഴി അതിന് അവരുടെ ഓപ്പറേഷൻ മാനേജറായി. ഓപ്പറേഷൻ മാനേജറായിട്ട് കുറേ വർഷം കൂടെ പണി ചെയ്തു. ഒരു 10-15 വർഷം എന്നോട് പണി ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വർക്ക് ചെയ്തു. 2013 അവരോട് ഗുഡ് ബൈ പറഞ്ഞു ഞാൻ. മതിയെന്ന് വെച്ചു. പിന്നെ സ്വന്തമായിട്ട് പരിപാടി തുടങ്ങി. ഈ പ്രവാസ ജീവിതത്തിൽ നാടിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും പ്രവാസി നാടിനെ മിസ് ചെയ്യുന്ന ഞാൻ എപ്പോഴും പറയും, ഒരു ലീവ് കിട്ടിയേ നാട്ടിൽ പോകണമെന്ന് പറയും. പെണ്ണുമുളകണമെന്ന് വഴക്കുണ്ടാക്കും. ശ്രീമതി വഴക്കുണ്ടാക്കും. അതിന് പെണ്ണുമുളകെന്ന് ശരിയല്ലല്ലേ? ശ്രീമതി വഴക്കുണ്ടാക്കും. നിങ്ങൾക്ക് എന്തെന്ന് നാട്ടിൽ പോകണം, നാട് അല്ല. പിന്നെ പിടുത്തിട്ട് എന്ത് കാണിക്കാനാ? നാട് നമ്മുടെ ഒരു ഹരമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒന്ന് ടൈം പാസ് പോകും. ഒന്ന് രാവിലെ എഴുന്നേൽക്കുക, പള്ളിയിൽ പോവുക, പള്ളിയിൽ പോയിട്ട് അമ്പലം വഴി കറങ്ങി വരിക. അമ്പലം മുസ്ലിം പള്ളി വഴിയൊക്കെ എനിക്ക് ഇറങ്ങിയതാണെങ്കിൽ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 1 മണിക്കൂർ സമയം പോകും. പള്ളിയിൽ ഇറങ്ങിയിട്ട് പള്ളിയിൽ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അല്ല അമ്പലത്തിലോട്ട് മുസ്ലിം പള്ളിയിലോട്ട് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. ഞങ്ങൾ ജനിച്ചു വളർന്ന ചങ്ങനാശ്ശേരി കവലയിലാണ്. അവിടുന്ന് 5 മിനിറ്റേ ഉള്ളൂ വെല്ലുവിളിയിലോട്ട് പോകണ്ട, ചങ്ങനാശ്ശേരി വെല്ലുവിളി. അവിടുന്ന് വെല്ലുവിളിയിൽ നിന്ന് 2 മിനിറ്റേ ഉള്ളൂ കാവിലമ്പലത്തിലോട്ട്. അവിടുന്ന് 2 മിനിറ്റേ ഉള്ളൂ മുസ്ലിം പള്ളിയിലോട്ട്. അപ്പോൾ എല്ലാം ചുറ്റിൽ കിടക്കുകയാണ്. അപ്പം ഈ ക്രിസ്മസ് സമയം ആകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാ ഉത്സവമാണ്. അമ്പലത്തിൽ ഉത്സവം, ഇവിടെ ക്രിസ്മസ്, ഇവിടെ അപ്പുറത്ത് ചന്ദനക്കുളം. ഈ ചന്ദനക്കുളത്തിൽ ആനകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വീകരണമുണ്ട്, പള്ളിയിൽ സ്വീകരണമുണ്ട്. ഇപ്പുറത്ത് അമ്പലത്തിൽ സ്വീകരണമുണ്ട്. അത് ഏറ്റവും വലിയ രസം. ചങ്ങനാശ്ശേരി മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണത്. ഇപ്പൊ GAK തുടങ്ങുന്ന സമയത്തും സാർ എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം? സാറിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡ് തന്നെ ആയിരുന്നില്ല? അതെ, ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡ് തന്നെ. ഞങ്ങള് വില്യംസിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങുന്ന സിയാർ ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങിയത്. സിയാർ ഷിപ്പിംഗ് എന്നും പറഞ്ഞ കമ്പനി തുടങ്ങി. അപ്പോൾ ആ കമ്പനി തുടങ്ങിയപ്പോഴത്തേക്ക് സ്പോൺസർ കിടന്ന് വെള്ളം ഉണ്ടാക്കി. അപ്പോൾ ആ കമ്പനി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയാൾ കമ്പനി എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ ആ കമ്പനിയിൽ നിന്ന് വിട്രോ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും മാറി. ഞങ്ങളുടെ 3 പേര് മാറി. ഷെരീഫും മാറി. ഞങ്ങൾ 3 പേര് മാറി കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്കത് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ അടുത്ത ക്ഷണത്തിൽ എന്ന് പറയാം, അടുത്ത മണിക്കൂറിൽ തുടങ്ങിയാണ് GAK ലൈൻസ്. ജോർജ് അലൈൻ രണ്ടുപേരുടെയും ഹൗസ് നെയിം അങ്ങനെ കാവും കൂടെ എൻ്റെ കാര്യങ്ങളുടെയാണ്. അപ്പോൾ ജോർജ് അൻവർ അതിനോട് കെയും കൂടെ ഇട്ടു, K ലൈൻസ്. അപ്പൊ GAK എന്നുള്ള പേര് കിട്ടു. അങ്ങനെയാണ് GAK ആയത്. എന്താണ് ഈ GAK ഷിപ്പിംഗ്? ഷിപ്പിംഗ് ഏജൻസിയാണിത്. ഷിപ്പിംഗ് ഏജൻസിയാണ്. ഞങ്ങളുടെ ഇവിടെ ഷിപ്പുകൾ കൊടുക്കുമ്പോഴത്തേനെ ഇപ്പോൾ ആ ഷിപ്പ് അയക്കുന്ന ഓണേഴ്സിനെ അവരുടെ ഇൻട്രസ്റ്റ് സപ്പോർട്ട് നോക്കുക, അത് ടേക്ക് കെയർ ചെയ്യുക. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓണേഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഴ്സ് ഇവരുടെ ഇൻട്രസ്റ്റ് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഇത്. അവർ പറയും ഇന്നെ ചെയ്യണം. അവർക്ക് വരാൻ പറ്റത്തില്ല. ഇഫ് ദേ ആർ നോട്ട് ദെയർ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം. അതാണ്. അപ്പം അവരുടെ ഒരു കണ്ണും കാതുമായിട്ടാണ് നിങ്ങളുടെ ഏജൻസി എന്ന് പറഞ്ഞ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ഞങ്ങള് എക്സ്പേർട്ടാണ് അക്കൗണ്ടത്തില്. ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻസ് ഒക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്? കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ അതൊരു ഫീൽഡില്ലല്ലോ. ഇതിനകത്ത കാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ലോ. അപ്പൊ എത്ര എംപ്ലോയീസ് ഉണ്ട് സർ മൊത്തം? ഇപ്പൊ 8 പേരുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ബ്രാഞ്ചുകളുണ്ട്. അല്ലാതെ ബാക്കിയുള്ള ബ്രാഞ്ചുകളൊന്നും കൂട്ടില്ല. നമ്മള് ഇവിടെ തന്നെ ഉണ്ട്. UAE കൊണ്ട് കുറെ. അല്ല ഇവിടെ ഇപ്പൊ ഓഫീസ് സ്റ്റാഫ് 2-3 പേരുണ്ട്. അവരെല്ലാവരും പരിചയസമ്പന്നരാണ്. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ ചെറുപ്പക്കാരാണ് എല്ലാവരും. യങ്സ്റ്റേഴ്സാണ്. യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആള് തന്നെയാണ് താങ്കളും. യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഭാവി അവരുടെ ഇരിക്കല്ലേ, അല്ലാതെ നമ്മളല്ലോ. ഈ പ്രായമായ നമ്മളൊക്കെ ഇന്ന നാളെ കുഴിക്കാത്തോട്ട് പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യാനായിട്ടാണ്? അപ്പൊ ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിലേക്ക് വരുന്ന യുവതലമുറയ്ക്ക്
എന്താണ് സാറിന് ഒരു ഉപദേശം കൊടുക്കാനുണ്ടാവുന്നത്? ഉപദേശം എന്ന് പറയാൻ പറ്റത്തില്ല. അഡ്വൈസും ഉപദേശവും അത് കൊടുക്കാൻ പറ്റിയ പ്രായമൊന്നും ആയിട്ടില്ല എനിക്ക്. ഞാൻ ചെറുപ്പക്കാരനെ 65 വയസ്സിലേ ആയിട്ടുള്ളൂ. അവരൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ കാര്യം അഡ്വൈസ്. വർക്ക് ഹാർഡ് ഏൺ ബെറ്റർ, അതാണ് എൻ്റെ മോട്ടോ. വർക്ക് ഹാർഡ് ഏൺ ബെറ്റർ എന്നുള്ളതാണ്. ഞാനിവിടെ വർക്ക് ഹാർഡ് തന്നുള്ള വർക്ക് ഹാർഡ് ചെയ്തിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കിയത്. എങ്കിലും ഈ രാജ്യം ഒത്തിരി ബിസിനസ് ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവിടെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഇവിടുത്തെ റൂളർ ഒന്നാമത്തെ കാര്യം ഷെയ്ഖ് മുഹമ്മദ്, അത് ഭയങ്കര സപ്പോർട്ട്. അങ്ങനെ ആ ടീമെന്ന് പറഞ്ഞാൽ സൂപ്പർ ടീമാണ്. അവർ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈവൻ പറഞ്ഞ് ഞങ്ങൾ ബേസിക്കലി ഡീൽ ചെയ്യുന്ന ഇമിഗ്രേഷൻ, കസ്റ്റംസ്, അവരെ അവിടുന്ന് തന്നെ അല്ലാതെ അവരുടെ ആ രീതി തന്നെ കണ്ട് നമ്മുടെ അപ്രോച്ച് തന്നെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ നല്ല ജോവിയൽ അപ്രോച്ച്. അത് കണക്ക് അപ്രോച്ച് ചെയ്യുന്നത് ചുരുക്കവും. മറ്റുള്ള എമർജൻസി ഞാൻ പോയിട്ടുണ്ട്. എന്നാലും ഇത് കണക്ക് ദുബായിൽ കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, ഓഫ് കോഴ്സ് അവരൊക്കെ ഇപ്പോൾ മാറി, അവരുടെ ആ ഇത് മാറി വരികയാണ്. എന്താണ് ആറ്റിറ്റ്യൂഡ് മാറി വരികയാണ്, ഒത്തിരി മാറി. പണ്ട് ഫുജിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അറബ്സ് എന്ന് പറഞ്ഞാൽ 84-85 ഫുരി അറബ്സ് എന്ന് പറഞ്ഞാൽ അരകൻ്റായിരുന്നു. ഇപ്പം അത് പോയിട്ട് അവർ പോയിട്ട് ജോവിയലായി, പെരുമാറാൻ വളരെ നീറ്റായി. അത് സെയിം സിറ്റുവേഷൻ ഷാർജയും. അപ്പൊ ഈ ജിയൊക്കെ ഇനി അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത ലെവലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യണം, കുറച്ചുകൂടെ ബ്രാഞ്ചസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഗ്ലോബൽ ഇതാക്കണം. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത വില്യംസൺ കമ്പനി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കമ്പനിയായിരുന്നത്. അപ്പോൾ അതിന് ഗ്ലോബൽ ഏജൻസി ആയിരുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ആക്കിയെടുക്കണം, അത് വിത്തിൻ ഷോർട്ട് ടൈം. സാറിന്റെ ഈ ജീവിതയാത്രയിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? ഏറ്റവും കടപ്പെട്ടെങ്കിൽ എൻ്റെ മാതാപിതാക്കളോടാണ്. ഞാൻ ഈ ജന്മം തന്നതിന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എൻ്റെ ജ്യേഷ്ഠനുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ എന്നെ അവിടെ കൊണ്ടുവന്ന് എന്നെ ജോലിക്ക് കയറ്റി. മൂന്നാമത് കടപ്പെട്ടിരിക്കുന്ന ഒരു പാകിസ്ഥാനി ഒരാളുണ്ട്, മുഹമ്മദ് നസീർ രജപളി എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി ഉണ്ട്. അയാളാണ് ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ വന്ന് ടൈപ്പ് മാത്രം അറിയാതിനെ പിടിച്ചിട്ട് അയാളുടെ കമ്പനി ടെറസ് ഓപ്പറേറ്ററായിട്ട് ജോലിക്ക് കയറ്റിയത്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കണമെന്ന് അറിയാം. പാകിസ്ഥാനിയായിരുന്നു, പക്ഷേ അയാൾ പോയി. തങ്കപ്പെട്ടൊരു മനുഷ്യൻ. ഞാൻ ജീവിതത്തിൽ ഇതുപോലെ നല്ലൊരു തങ്കപ്പെട്ട ഒരു പാകിസ്ഥാനി ആദ്യമായിട്ട് കാണുമായിരുന്നു. ഫാദറിന്റെ പേര് തോമസ് ആണ്. ഫാദറിന്റെ പേര് KJ തോമസ്. അമ്മയുടെ പേര് ക്ലാരമ്മ. മണിമലക്കാരത്തെ പുള്ളി. ഫാദർ ചങ്ങനാശ്ശേരി. ശരിക്കും പുള്ളിയുടെ ജന്മദേശം പുത്തുപ്പള്ളിയാണ്, പക്ഷേ ചങ്ങനാശ്ശേരി ജനിച്ച് പുള്ളി വളർന്നൊക്കെ. ശ്രീമതി മുട്ടിയറക്കാരത്തിയാണ്. മുട്ടിയറ അൽഫോൻസമ്മയുടെ നാടെന്ന് പറയും. മുട്ടിയറ പള്ളിതീരാക്കൽ വീട്ടുകാരെ. വൈഫിന്റെ റോള് വളരെ വലുതാണ്. ഷീ ഹാസ് ബീൻ സോ സപ്പോർട്ടീവ് ടു മീ, സോ സപ്പോർട്ടീവ്. അത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും കൂടെ ഉണ്ട്, ഇനിയും മുന്നോട്ടും കൂടെ ഉണ്ടാവട്ടെ. മരിക്കണം വരെ ഒരുമിച്ച് മരിക്കണമെന്നൊക്കെയാ പറയുന്നത്, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. സാറിനും കുടുംബത്തിനും ബിസിനസ്സിനും എല്ലാവിധ ഭാഗങ്ങളും നേരെയാണ്. ആശംസകൾ അർപ്പിക്കുകയാണ്. ഇനിയും മുന്നോട്ട് ജിയൊക്കെ വളരട്ടെ. തങ്ങളുടെ മക്കൾക്കും നല്ലൊരു പൊസിഷനിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്ത് നമ്മുടെ കൂടെ ഇന്ന് പങ്കിട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.